അടുത്ത ആഴ്ച ചാലക്കുടി നടക്കുന്ന 23ാമത് ഹിന്ദു ഐക്യവേദിയുടെ 23ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയാണ്. ഹിന്ദു ഐക്യവേദിയുടെ ഏറ്റവും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയായ എറണാകുളം അതിൻ്റെ ജില്ലാ പ്രതിനിധി കൺവെൻഷനുമായി നമ്മളിവിടെ ഒരുമിച്ച് കൊണ്ടിരിക്കും. ഇവിടെ നേരത്തെ സ്വാഗത പ്രഭാഷണത്തിലും അധ്യക്ഷ ഭാഷണത്തിലൊക്കെ പറഞ്ഞതുപോലെ കഴിഞ്ഞ വർഷത്തെ കണക്കെടുക്കാനും വരും വർഷത്തേക്ക് ആസൂത്രണം ചെയ്യാനും തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം പ്രവർത്തനം നടത്തിയവരെ ഇനി നടത്താൻ എന്തൊക്കെ എന്ന് ചിന്തിക്കാനിരിക്കുന്ന ഈ വേദിയിൽ ഒരു വലിയ ഉദ്ഘാടന ഭാഷണത്തിന്റെ പ്രസക്തിയുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവിടെ അവിടെ ഇരിക്കുന്നവരും എല്ലാം നമ്മൾ എന്താണ് കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ അവസ്ഥ എന്ന് പൂർണ്ണമായി അറിയുകയും ആ അവസ്ഥയ്ക്ക് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറയാവുന്നവരായിരിക്കും. ഇനി അതൊക്കെ ചെയ്യുകയുള്ളൂ. കാര്യങ്ങൾ നമുക്ക് ഇന്നലെകൾ അറിയാം, ഇന്നിന്റെ സന്നിഗ്ധ ഘട്ടം അറിയാം, നാളെയുടെ പ്രതീക്ഷകൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരിക്കലും നിരാശയോടുകൂടിയല്ല, തികഞ്ഞ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് 23ാം സംസ്ഥാന സമ്മേളനത്തിലേക്ക് ഹിന്ദു ഐക്യവേദി കടക്കുന്നത്. കേരളം എന്ന് പറഞ്ഞാൽ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയുണ്ട്. ഹിന്ദുവിന് സ്ഥാനമില്ലാത്ത നാടുമല്ല കേരളം. നമ്മൾ നിൽക്കുന്നത് ആദിശങ്കരാചാര്യരുടെ സ്മരണ നിലനിൽക്കുന്ന ഭൂമിയിലാണ്. എറണാകുളം ജില്ലയ്ക്ക് ഏറ്റവും അതിൻ്റെ മഹിമ എന്ന് പറയുന്നതിനാണ്. ഏറെ പരിമിതികളില്ല ഉള്ള നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഏറെ പരിമിതിയുള്ള ഒരു കാലത്ത് പഠിച്ചും പഠിപ്പിച്ചും സംവാദത്തിലൂടെ കീഴ്പ്പെടുത്തിയും പ്രയോഗത്തിലൂടെ പല കാര്യങ്ങൾ ചെയ്തും എങ്ങനെ സനാതന ധർമ്മത്തിന്റെ ഒരു ചരടിലൂടെ ഈ നാടിനെ മുഴുവൻ ഒരുമിച്ച് ചേർക്കാൻ സാധിക്കും എന്ന് നമുക്ക് പ്രയോഗത്തിലൂടെ കാണിച്ചു തന്നതാണ് ശങ്കര ഭഗവത്പാദരുടെ ഏറ്റവും വലിയ മഹിമ എന്നുള്ളത്. ഇന്നത്തെ ഒരു സംവിധാനം സാഹചര്യം വന്നില്ല. പക്ഷെ എന്നിട്ടും പരാതി പറഞ്ഞ് പരിഭവം പറഞ്ഞ് മാറി നിൽക്കാതെ എന്താണോ ചെയ്യാൻ സാധിക്കുക, പരിമിതമായ തന്റെ ആയുസ്സിലൂടെ എന്താണോ ചെയ്യാൻ സാധിക്കുക അത് പൂർണ്ണമായി ചെയ്ത് ആ ശങ്കര ഭഗവത്പാദർക്ക് ജന്മം നൽകിയ മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായും പ്രതീക്ഷയ്ക്ക് വഴിയുണ്ട് എന്നാണ്. ആ ശങ്കര ഭഗവത്പാദരുടെ മണ്ണ് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ അഭിമാനവും അതാണ്. പരശുരാമനാൽ പ്രതിഷ്ഠിതമാണ് കേരളം എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നു. ഒരു വെൺമണി കൊണ്ട് വേണമെങ്കിൽ കടലിനെ പോലും കാലങ്ങൾ പുറകോട്ട് മാറ്റിച്ച് താങ്കൾ ആഗ്രഹിക്കുന്ന ഭൂമി താൻ ആഗ്രഹിക്കുന്ന ഭൂമി തനിക്ക് കൈവശപ്പെടുത്താൻ സാധിക്കും എന്ന ആ ഒരു ക്ഷാത്രവീര്യവും നമ്മെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോ വേണമെങ്കിൽ ഇവിടെ നമ്മളിപ്പോ ഭൂമി, തൊഴിൽ, വിദ്യാഭ്യാസം തുടങ്ങി പല മേഖലകളിലും അവശതകളും ഇല്ലായ്മകളുമാണ് നമുക്ക് പറയാനുള്ളത്, നമുക്ക് പ്രവർത്തിക്കാനുള്ളത്. അപ്പൊ അതിനൊക്കെ പരിഹാരമുണ്ട് എന്നുള്ളതാണ്. കടലിൽ നിന്നാണെങ്കിലും ഭൂമി വീണ്ടെടുക്കാൻ തക്ക ശേഷി ഉള്ള പൂർവികരെയാണ് നമ്മളൊക്കെ ആരാധിക്കുന്നത്, നമ്മളൊക്കെ അഭിമാനത്തോടുകൂടി മനസ്സിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ കൊണ്ട് നോക്കിയാൽ ഭക്തിയുടെ വിവിധ തലങ്ങൾ എന്നെന്നും മായാത്ത വിധത്തിൽ നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ച ഭക്ത കവികളാകട്ടെ, കേരള കുംഭമേള എന്ന് പറയാവുന്ന മാമാങ്കത്തിന്റെ മണ്ണാവട്ടെ, അങ്ങനെ എന്ത് നോക്കിയാലും ഒരു ഹിന്ദുവിന്റെ മണ്ണിൽ ഇവിടുത്തെ ഭരണാധികാരികൾ ഒരു അറക്കൽ രാജവംശം ഒഴിച്ചാൽ ബാക്കി എല്ലാ ഭരണാധികാരികളും ഹിന്ദുക്കളായിരുന്നു. ഹിന്ദു എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത നാട്ടുരാജാക്കന്മാർ. ക്ഷേത്രങ്ങളെ സംരക്ഷിക്കാനും അതിനു വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും മടിയില്ലാത്ത നാട്ടുരാജാക്കന്മാരുടെ കരവെല്ലാളങ്ങൾ ഏറ്റുവാങ്ങി വളർന്നു വികസിച്ച സംസ്കൃതി തന്നെയാണ് കേരളത്തിന്റെ സംസ്കൃതി. അപ്പോൾ നമ്മളൊന്നും ഇല്ലാത്തവരല്ലവർ, അതുകൊണ്ട് തന്നെ ഒന്നും അല്ലാത്തവരാകാനും പറ്റില്ല. ഒന്നും ഇല്ലാത്തവരല്ല എന്ന പൂർണ്ണ ബോധ്യത്തോട് തന്നെ ഒന്നുമല്ലാത്തവരായി ചരിത്രത്തിന്റെ ഏടുകളിലേക്ക് പിന്മാറേണ്ടവരല്ല ഹൈന്ദവ സമൂഹം. എണ്ണത്തിന്റെ കാര്യത്തിൽ അനുദിനം പുറകോട്ട് വരുന്നുണ്ടായിട്ട് ഇതൊക്കെ ശരിയാണ്. ഇതൊക്കെയാണെങ്കിലും നമ്മുടെ ഇന്നലേക്ക് നമുക്ക് ആത്മാഭിമാനം തരുന്നതാണ്. ഇന്നിന്റെ കരുത്തിലുള്ള ആത്മവിശ്വാസം അത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള കരുത്ത് പകർന്നു വരുന്നു. അപ്പോ വലിയൊരു ഉത്തരവാദിത്വവുമായാണ് 23ാമത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നമ്മൾ സമാജത്തിലേക്ക് ഇറങ്ങുന്നത്. വിദ്യാഭ്യാസത്തെ പറ്റി പൊതുവായ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞു തന്ന വിദ്യാഭ്യാസത്തെ പറ്റിയുള്ള പൊതുവായ ഒരു കാഴ്ചപ്പാടുണ്ട്. നമുക്ക് ആരെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല എന്നത്. ഒരാളെയും ഒന്നും പഠിപ്പിക്കാൻ പറ്റില്ല. ഒരു വ്യക്തിയിലുള്ള എന്തൊക്കെയാണോ ഒരു വ്യക്തിയിലുള്ള കഴിവുകൾ അതിന്റെ പൂർണ്ണത മാത്രമാണ് വിദ്യാഭ്യാസം എന്നത്. വിദ്യാഭ്യാസം ഒന്നും പുറത്തുനിന്ന് കൊടുക്കാൻ കഴിയില്ല. അവരുടെ ഉള്ളിലുള്ളത് എന്താണ് അത് അറിയിച്ചു കൊടുക്കല് മാത്രമാണ് വിദ്യാഭ്യാസം. അതിന് പുറത്തേക്ക് വരാനുള്ള ഒരു ഓപ്പണിംഗ് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് വിദ്യാഭ്യാസം. ഇല്ലാത്തതൊന്നും അവരിലേക്ക് കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ സമാജ പ്രവർത്തനത്തിന് ഇത് ഈ നിർവചനം ബാധകമാണ് എന്നെനിക്ക് തോന്നുന്നു. നമ്മുടെ സമാജത്തിലുണ്ട് ആവേശവും ആവേഗവും ഒക്കെ. ഇല്ലാത്തൊന്നും നമുക്ക് അങ്ങ് കൊടുക്കാൻ സാധിക്കും. ആ സമാജത്തിലുണ്ട്. പക്ഷേ അതതിനെ ബോധ്യപ്പെടുത്തുകയും
അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർക്ക് സാധിക്കുന്നത്. ഇവിടെ ചുറ്റും നടക്കുന്ന കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന്റെ യാതനകൾ എന്താണ്, വേദനകൾ എന്താണ്, ആകുലതകൾ എന്താണ്, ഇത് നമ്മളെക്കാൾ നന്നായി അറിയാവുന്നവരാണ് പൊതുസമൂഹം എന്നതാണ് വാസ്തവം. പക്ഷെ എന്തൊക്കെയോ ചില നേരത്തെ പറഞ്ഞ കുട്ടികൾക്ക് അവരുടെ കഴിവെന്താണെന്ന് പുറത്തേക്ക് അറിയാത്ത പോലെ തന്നെ അത് പുറത്തേക്ക് വരാൻ ചില ബുദ്ധിമുട്ടുണ്ട് എന്നത് അവരോടൊപ്പം നിന്ന് അവരെ ബോധ്യപ്പെടുത്തി അവർ തന്നെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക. അല്ലാതെ ഇവിടുത്തെ എല്ലാ വിഷയങ്ങൾക്കും ഹിന്ദു ഐക്യവേദി പ്രക്ഷോഭ സംഘടനയാണ് അല്ലേ. എല്ലാ വിഷയങ്ങൾക്കും നമ്മൾ തന്നെ സമരം ചെയ്തു, നമ്മൾ തന്നെ വിജയിച്ചു, നമ്മൾ നിയമപോരാട്ടം നടത്തി, നമ്മൾ തന്നെ സമരം നടത്തി, നമ്മൾ വിജയിച്ചാൽ അത് നമ്മുടെ വിജയമാണ്, സമാജത്തിന്റെ വിജയമായി അവർ അംഗീകരിക്കില്ല. അവരും ആ വിഷയം പിന്നെ നമ്മളായിട്ട് പരിഗണിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ വിഷയം തീർത്തും അവരൊക്കെ പോയി ഒരു പണി ഏൽപ്പിച്ചു കൊടുത്തമായില്ല. നമ്മൾ ഒരു ജോലിക്ക് ഒരാളെ വിളിച്ചാൽ ആ ജോലി കഴിയുമ്പോൾ കൂലി കൊടുക്കുന്ന അവരെ പോകും. നമുക്ക് കൂലി തരുന്നില്ല എന്ന് മാത്രമേ ഒരു വിഷയം വന്നു, ഹിന്ദു ഐക്യവേദി ആളുകൾ വന്നു, അവിടെ പരിപാടി പ്രക്ഷോഭം നടത്തിയ വിഷയം പരിഹരിച്ചു, പിന്നെ എന്ത് ഹിന്ദു ഐക്യവേദി എന്നുള്ള നിലയിലേക്ക് ഒരു പലർക്ക് ധാരാളം അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ മറിച്ച് ആ വിഷയം അവരുടെയാണ്. അതാത് സ്ഥലത്ത് എവിടെയാണോ വിഷയം അവർ അനുഭവിക്കേണ്ടത് അത് അവരുടെ വിഷയം, അത് നമ്മുടേതാക്കി നമ്മളൊപ്പം നിന്ന് അവർ തന്നെ മുന്നണിയിൽ നിന്ന് അതിനെ സമരം നടത്തി വിജയിച്ചെടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് സമാജത്തിന്റെ മനസ്സ് മാറ്റിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രവർത്തകർക്ക് ചെയ്യാൻ. സമാജത്തിന്റെ ഉള്ളിലുള്ള ആ ആകുലതകളൊക്കെ തന്നെ അത് പരിഹാരം കാണാൻ അവരെ പ്രാപ്തമാക്കുക. ഇന്ന് അതിന്റെ കുറവാണ് ഹൈന്ദവ സമൂഹത്തിന് ഏറെയുള്ളതെന്ന് തോന്നുന്നു. ഹിന്ദു സംഘടനകളെ ഒരു പ്രത്യേക നിറം കൊടുത്ത് ഒരു നെഗറ്റീവ് നറേഷനൊക്കെ കൊടുത്ത് മാറ്റി നിർത്തിയ ഒരു വർഗീയവാദികളാണ്. ഞങ്ങളുടെ എതിർപ്പെല്ലാം അവരുടേതാണ്. ഇതുവരെ കേരളം പറഞ്ഞിട്ട് ഞങ്ങളുടെ എതിർപ്പൊക്കെ അവരോടാണ്, സംഘപരിവാറിനോടാണ്, ഹൈന്ദവ സംഘടനകളോടാണ്. ഞങ്ങൾക്ക് നല്ലവരായ ഹിന്ദുക്കളോട് പുതിയ വാക്കില്ല, നല്ലവരായ ഹിന്ദു ചീത്ത ഹിന്ദുക്കൾ, നല്ലവരായ ഹിന്ദുക്കളോട് ഞങ്ങൾക്ക് ഒരു ആക്ഷേപമില്ല. ഞങ്ങളുടെ ആക്ഷേപം മുഴുവൻ സംഘപരിവാറിനോടാണ്, ഞങ്ങളുടെ ആക്ഷേപം മുഴുവൻ ഹൈന്ദവ സംഘടനകളോടാണ്. ബാക്കി എല്ലാവരും നല്ല ഹിന്ദുക്കളാണ്. ആണോ? ഇപ്പതാ അല്ലെ, നേരെ NSS ആകട്ടെ, SNDP ആകട്ടെ, അപമാനങ്ങളും അവഹേളനങ്ങളും ആക്ഷേപങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നല്ലവരായ ഹിന്ദുവിനെ അവരെയൊക്കെ പുറത്തേക്കാക്കി തുടങ്ങി. സാമുദായിക സംഘടനകളെ നല്ലവരായ ഹിന്ദുവിൽ നിന്ന് ചവിട്ടി പുറത്താക്കി തുടങ്ങി. കാരണം ഹിന്ദുവായി മാത്രമല്ല അവർ സമുദായത്തിന്റെ പേരിൽ പോലും സംഘടിക്കാൻ പാടില്ല എന്ന അവസ്ഥയിലേക്ക് സമാജത്തെ കൊണ്ടുചെന്നെത്തിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ചു പേരെങ്കിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്നലെ കോട്ടയത്തുള്ള KR നാരായണൻ, നമ്മുടെ മുൻ പ്രസിഡന്റ് ആരാധ്യനായ KR നാരായണൻ സാറിന്റെ പേരിലുള്ള അവിടുത്തെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിനകത്ത് സാധാരണഗതിയിൽ ശനിയാഴ്ച ദിവസം അത് പൊതുജനങ്ങൾക്ക് കാണാനുള്ള അനുവാദമുണ്ട്, അവിടുത്തെ കാര്യങ്ങൾ പഠിക്കാനുള്ള അനുവാദമുണ്ട്, അതിന് ഫീസും ഉണ്ട്. ഹൈസ്കൂൾ കുട്ടികളാണെങ്കിൽ 50 രൂപ കൊടുക്കണം, കോളേജ് തലമുറകൾക്കാണെങ്കിൽ 100 രൂപ കൊടുക്കണം. അങ്ങനെ തെറ്റി മുൻകൂട്ടി അനുവാദം മേടിച്ചാൽ അതിനകത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനും അവർ ഡെമോൺസ്ട്രേഷൻ ക്ലാസ്സുകൾ കാണാനും ഒക്കെ പൊതുജനത്തിന് അനുവാദമുള്ള ദിവസമാണ് ശനിയാഴ്ച എന്ന് പറയുന്നത്. അങ്ങനെ അതിന് സമീപത്തുള്ള ഈ KR നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വലിയ ദൂരത്തല്ലാതെ ഉള്ള ഒരു NSS കരയോഗത്തിന്റെ കീഴിലുള്ള മന്നം ബാലസമാജം, ആ മന്നത്തിന്റെ പേരിലുള്ള ബാലസമാജത്തിന്റെ പേരിൽ അവർ എത്ര കുട്ടികൾ പോകുന്നുവോ അതിനനുസരിച്ച് 50 രൂപ പ്രകാരം കെട്ടി മുൻകൂർ രേഖാമൂലം അനുവാദം മേടിച്ച് 10ാം ക്ലാസ്സിന് താഴെയുള്ള കുട്ടികളെയും കൊണ്ട് ആ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കാണാൻ വേണ്ടി ചെന്ന സമയത്ത് അവിടെയുള്ള പ്രധാനമായി SFIയുടെ കുട്ടികൾ, പേരെങ്ങനെയാണ് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ എന്നൊക്കെയാണ് പേര്, അവര് അപമാനിച്ചവരെ പുറത്താക്കിയെന്നുള്ളതാണ്. ആ കുട്ടികളെ അടക്കം അപമാനിച്ച്, കാരണം സമുദായ സംഘടനയുടെ പേരിൽ ഈടായി കണ്ടാണ്. സമുദായ സംഘടനയുടെ പേരിൽ അതൊരു സർക്കാർ സ്ഥാപനമാണ്. പൊതുജനങ്ങളുടെ നികുതി കൊണ്ട് അത് നടന്നു പോകുന്ന ഒരു സർക്കാർ സംവിധാനമാണ് അത്. അവിടേക്ക് ഈ പറഞ്ഞ ഇതൊക്കെയായിട്ട് പ്രത്യേകിച്ചും അത് തുറന്നതല്ല. ശനിയാഴ്ച ദിവസം ആർക്ക് വേണമെങ്കിലും അവിടെ ചെല്ലാൻ, പൈസ കൊടുത്താൽ ആർക്ക് വേണമെങ്കിലും ചെല്ലാൻ ക്ലാസ്സുകളിൽ അറ്റൻഡ് ചെയ്യാം. അതവിടുത്തെ മന്നം ബാലസമാജത്തിന്റെ പേരിലത് കുറച്ചു പേര് കുട്ടികളെ കൊണ്ട് ചെന്നു എന്നുള്ളതാണ് അവരെ വെറുതെ പിടിപ്പിച്ച സംഗതി. ആ കുട്ടികൾക്ക് ക്ലാസ്സുള്ള സമയം കണ്ടാൽ പലരും ലുങ്കിയെ കൊടുക്കലാവുന്നു. നമ്മൾ ആ ചിത്രമൊക്കെ പലരും കണ്ടു. പലരും ഹോസ്റ്റലിൽ ലുങ്കിയെ കൊടുത്തിട്ടാണ് കാരണം ഇതിനെ എതിർത്തേ പറ്റൂ എന്നുള്ളൊരു ധാരണയിൽ ലുങ്കിയെ കൊടുക്കാതെ ഹോസ്റ്റലിൽ നിൽക്കുന്ന അതേ സാഹചര്യത്തിൽ വന്നിട്ടാണ് വളരെ മോശമായ വിധത്തിൽ ആ കുട്ടികളോടും അവരോട് കൂടെ തന്നെ രക്ഷിതാക്കളോടൊക്കെ സംസാരിച്ച് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ അതിന്റെ ഡയറക്ടറോട് പോലും തട്ടിക്കേറി അദ്ദേഹത്തെ ക്ലാസ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പിച്ച് ഇവരെ അക്ഷരാർത്ഥത്തിൽ ചവിട്ടി പുറത്താക്കിയത്. ഈ കുട്ടികളെ അടക്കം 10ാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികളോട് പോലും ഇത്രയും ഒരുതരം വംശവിദ്വേഷമെന്നോ പറയാവുന്ന വിധത്തിലേക്ക് കേരളത്തിന്റെ മനസ്സ് മാറിയെങ്കിൽ ഹിന്ദു ഐക്യവേദിക്ക് ഏറെ പ്രവർത്തിക്കാനുണ്ട്.
അപ്പൊ ഈ ഹൈന്ദവ സംഘടനകളിൽ നിന്ന് അവരുടെ കുന്തമുന സാമുദായിക സംഘടനകളിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. അതിന്റെ അർത്ഥം അവർ ലക്ഷ്യം വെക്കുന്നത് ഹിന്ദു സമൂഹത്തെയാണ്. എന്തുകൊണ്ട് ഹിന്ദു സംഘടനകൾ എത്തുന്നു? ആദ്യം അവരാണ് രക്ഷകരായി നിൽക്കുന്നത്, അവരാണ് സമാജത്തെ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് അവരെ അപമാനിച്ചും ആക്ഷേപിച്ച് അവരുടെ അപകർഷത ബോധം ഉണ്ടാക്കി നിങ്ങൾ സമാജത്തിൽ കൂട്ടിക്കൊടാൻ പാടില്ലാത്തവരാണ്, നിങ്ങൾ അയിത്തമുള്ളവരാണ്, നിങ്ങൾ ഒരു പൊതു രംഗത്തേക്ക് വരാൻ പാടില്ല എന്നൊരു നറേഷൻ ഉണ്ടാക്കി അവരൊരു അപമാനം ഉണ്ടാക്കി അവരെ മാറ്റി നിർത്തിക്കുന്ന സംവിധാനം. അത് വിജയിച്ചോ ഏകദേശം എന്ന് തോന്നുമ്പോഴാണ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഓരോ സമുദായങ്ങളോടും അവരുടെ അയുധം തുടങ്ങുന്നത്. അതേപോലെ തന്നെ SNDPയുടെ ചില കാര്യങ്ങൾ തുറന്നു പറയുന്നു എന്നതിന്റെ പേരിൽ SNDPയുടെ സമാനാധ്യനായ ജനറൽ സെക്രട്ടറിയെ കോലം കത്തിക്കുന്നു, തെറിവിളിക്കുന്നു, അല്ലെ വായി തോന്നിയതൊക്കെ പറയുന്നു. ആരാണ് ഇവർക്ക് ഇതിനൊക്കെ അവകാശം കൊടുത്തത്? ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ഇത്തിരി ശതമാനം വോട്ട് കൊണ്ടു, അതുമല്ലെങ്കിൽ വർഗീയ പീഡനത്തിന്റെ ഭാഗമായി അധികാരത്തിന്റെ മേൽക്കൈ കിട്ടിയപ്പോഴോ ഹൈന്ദവ സാമുദായിക സംഘടനകളുടെ മേലെ കുതിര കയറാൻ ഇവർക്ക് ആരാണ് അനുവാദം കൊടുത്തിരിക്കുന്നത്? അപ്പൊ ഈ വിഷമം ഉള്ളിൽ നിൽക്കുന്ന ഹൈന്ദവ സമൂഹത്തോടൊപ്പം നിൽക്കാൻ നമ്മളല്ലാതെ വേറെ ആരാളും, അത് SNDP ആകട്ടെ, അത് NSS ആകട്ടെ, ആരുമാകാം, എല്ലാ സാമുദായിക സംഘടനകളോടും ഇത് തന്നെയായിരിക്കും അനുവർത്തിക്കാൻ പോകുന്നത്. യാതൊരു സംശയമില്ല. പാവപ്പെട്ടവൻ, പട്ടികജാതി, ദളിതൻ എന്നൊക്കെ പറഞ്ഞിങ്ങനെ മോഹന സുന്ദരമായി അവരുടെ കാണ്ഡമായിട്ട് അവർക്ക് വേണ്ടി പലതും ഒഴുകുമെങ്കിലും അവർക്ക് മര്യാദയ്ക്ക് ലംസംഗായിട്ട് കിട്ടാത്ത പോലും ചോദിക്കാൻ ആരെങ്കിലും ഉണ്ട്? അവർക്ക് കൊടുക്കേണ്ടുന്ന ഗ്രാന്റുകൾ, അവർക്ക് കൊടുക്കേണ്ടുന്ന സ്കോളർഷിപ്പുകൾ, അവരുടെ വിദ്യാഭ്യാസം അതുവരെ നോക്കാൻ ആരെങ്കിലും ഉണ്ട്? കാരണം അവർ ഹിന്ദുക്കളാണ്. അതുകൊണ്ട് പഠിച്ച് മുന്നോട്ട് വരരുത്. സംവരണ സീറ്റുകളിൽ, ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് സംവരണ സീറ്റുകളിൽ സീറ്റ് കിട്ടി അവരവിടെ ചെല്ലുമ്പോഴും നഗ്നമായൊരു യാഥാർത്ഥ്യം, ആ ചെല്ലുന്ന കുട്ടികളിൽ 10% പോലും പാസ് ഔട്ടായി പോകുന്നില്ല എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗങ്ങളിൽ ഈ സംവരണത്തിന്റെ മാത്രത്തിൽ കിട്ടിപ്പോകുന്ന കുട്ടികളെ പഠിപ്പിച്ച് പാസ്സാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് സംവിധാനമാണ് നമ്മുടെ അടുത്തുള്ളത്? പിന്നെ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ കൈപിടിച്ച് ഉയർത്തുന്നു എന്ന് പറയുന്നത്? കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയാണുള്ളതൊക്കെ ഉണ്ടാക്കുന്നത്. അവർക്ക് പ്രത്യേകമായ സംവരണം കൊടുക്കുന്നതും കൊണ്ടുവരുന്നതും ഒക്കെ തന്നെ അവർക്ക് ഒരു പിന്നിൽ അല്ലെ പുഷ് ചെയ്യുന്നൊരു ഫാക്ടർ കൂടി വേണം എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ എന്നിട്ടും 10% പോലും പാസ് ഔട്ടായി പോകുന്നില്ല എന്ന യാഥാർത്ഥ്യത്തെ ഇവരാരെങ്കിലും അഡ്രസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് നല്ല കാര്യമാണ്. അവരത് നിൽക്കട്ടെ, ഒന്നിനും പറ്റാത്ത വിധത്തിൽ നിൽക്കട്ടെ. കാരണം പലപ്പോഴും ഇവർ കൊടുക്കേണ്ടുന്ന, സർക്കാർ കൊടുക്കേണ്ടുന്ന ഫീസ് സമയത്ത് കൊടുക്കാത്തതുകൊണ്ടും ആ സാമ്പത്തിക കാര്യങ്ങളെ കൊണ്ടും അങ്ങനെ സ്കൂളുകളിലൊക്കെ കോളേജുകളിലൊക്കെ ഉണ്ടാകുന്ന അപമാനം കൊണ്ടും ഒക്കെ തന്നെ ഒരു തരത്തിൽ ഇടയ്ക്ക് വെച്ച് നിർത്തിക്കൊള്ളുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് തന്നെ തകർന്നു അവർ പുറത്തു പോകുന്നത്. നമ്മളിവിടെ നേരത്തെ ഇതിനു വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ച കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു, കോളേജിലെ പീഡനം മൂലം അല്ലെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ട കുട്ടിയെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ അവിടേക്ക് എന്താ സംഭവിക്കുന്നത്? ഈ പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായ പല വിഷയങ്ങളും വേണ്ടുന്ന സമയത്ത് സർക്കാർ ഫീസ് കൊടുക്കാതെയും ബാക്കി കാര്യങ്ങൾ ചെയ്യാതെയും എല്ലാ അർത്ഥത്തിലും അവിടുത്തെ അധ്യാപകരുടേതായാലും അവിടുത്തെ മാനേജ്മെന്റിന്റെ ആയാലും ഇതൊന്നും ശ്രദ്ധിക്കാനുണ്ടായിരുന്നില്ല എന്ന സത്യം ഹിന്ദു ഐക്യവേദിയെ കൂടുതൽ പ്രവർത്തനത്തിന് കൂടുതൽ സമയവും കൂടുതൽ ഊർജവും നമ്മൾ ചെലവഴിക്കണം എന്നതിലേക്കാണ് എത്തുന്നത്. അപ്പൊ കണ്ണൂർ അഞ്ചരക്കണ്ടിയുള്ള കോളേജ് ആരുടെയാണ് എന്നതിനെ ഇപ്പോഴും ചർച്ച പോകുന്നില്ല. ആ കോളേജ് ആരുടെയാണ്? ആ മാനേജ്മെന്റ് എന്താണ്? അല്ലെ, ഇത്തരം അധ്യാപകരെ, ഈ പറഞ്ഞ പോലെ കുട്ടികളെ പീഡിപ്പിക്കുന്ന അധ്യാപകർക്കെതിരെ ചെറുകരുതലക്കാത്ത മാനേജ്മെന്റ്. പിന്നെ മാനേജ്മെന്റിന് വേണ്ടിയാണ് ഇവർ ചെയ്യുന്നത്. മാനേജ്മെന്റിന്റെ ആഗ്രഹപ്രകാരമാണ് അത് ചെയ്യുന്നത്. അവർക്ക് അർഹതയില്ലാത്ത ഭൂമിയിൽ അങ്ങനെ എല്ലാ അർത്ഥത്തിലും നെഗറ്റീവ് ക്യാരക്ടർ. പക്ഷെ എന്നിട്ട് കൂടി നമ്മളതിന്റെ മാനേജർമാരെ ചർച്ച ചെയ്യുന്നില്ല. എന്നാൽ പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തുള്ള PK ദാസ് മെഡിക്കൽ കോളേജ് ഓർമ്മയുണ്ടായും വിഷ്ണു പ്രണോയുടെ ആത്മഹത്യ. ആ വിഷ്ണു പ്രണോയുടെ ആത്മഹത്യ കഴിഞ്ഞപ്പോ അതിന്റെ ആ മാനേജ്മെന്റിന്റെ ഉടമസ്ഥനായ അദ്ദേഹത്തിന് സ്വന്തം വീട്ടിലേക്കും ആ തന്റെ സ്ഥാപനത്തിലേക്കും ഒരു കൊല്ലം വരാൻ പറ്റില്ല. ഒറ്റ കൊല്ലം സ്വന്തം വീട്ടിലേക്ക് വരാൻ പറ്റില്ല. പാലക്കാട് ജില്ലയിലെ വാണിയംകുളത്തുള്ള അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒരു കൊല്ലം അങ്ങോട്ട് കടക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഈ മാനേജർമാർ അനുഭവിക്കുന്ന കാര്യങ്ങൾ നോക്കി ഇവരൊരിക്കലും ഇവരുടെ പേര് വരുന്നില്ല, ഇവരെ പറ്റി ചർച്ച വരുന്നില്ല. കാരണം അവർ പ്രത്യേകമായ ചില പ്രിവിലേജുകൾ ഉള്ളവരാണ് എന്ന് വരുന്നു. അപ്പോൾ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കേണ്ടി വരുന്ന ഈ പാവപ്പെട്ട കുട്ടികളെ, അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ, ഇവരെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാൻ കേരളീയ സമാജത്തിന് ബാധ്യതയുണ്ടാകുന്നതായിരുന്നെങ്കിൽ അവരെ പിന്നെ അപമാനിക്കപ്പെടുമായിരുന്നു. പലരുടെയും ഇരയായി മാറ്റപ്പെടുന്നു. അപ്പോൾ ഒരു സമൂഹത്തോടും, ഹൈന്ദവ സമൂഹത്തിലെ ഒരു വിഭാഗത്തോടും ആർക്കും ഒരു പ്രതിബദ്ധതയില്ല. ആർക്കും അവരെ നന്നാക്കണമെന്നോ മുന്നോട്ട് കൊണ്ടുപോകണമെന്നോ ഒരു ഉദ്ദേശവുമില്ല. അപ്പൊ എല്ലാ സമുദായങ്ങളെയും അപമാനിച്ച് ആക്ഷേപിച്ച് ഒതുക്കാനുള്ള
പരിശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇപ്പോൾ ഹൈന്ദവ സംഘടനകളിൽ നിന്ന് ഹൈന്ദവ സമാജം അതിൻ്റെ എല്ലാ ഭീകരതയും ഏറ്റുവാങ്ങുന്നു. അതിപ്പോൾ ഒന്നും കൂടി കടന്നു പോകുന്നു. കാരണം പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ ദമഷ്ട്രകളൊക്കെ പുറത്തെടുക്കുന്നു. ഇതുവരെ പലതും കണ്ടിരുന്നില്ലായിരുന്നു. അവരുടെ നഖവും പൂർത്ത് വളർന്ന നഖങ്ങളും ദമഷ്ട്രകളൊന്നും നമ്മൾ പുറത്ത് കണ്ടിരുന്നില്ല. അതൊക്കെ അങ്ങനെ ഒളിപ്പിച്ച് വെച്ച സുന്ദരമായ മുഖം കൊണ്ടുള്ള ചിരിയായിരുന്നു നമ്മളൊക്കെ എല്ലായിടത്തും കാണുന്നത്. മലപ്പുറം ജില്ലയിലെ എവിടെ അമ്പലത്തിൽ പരിപാടിയിൽ നിന്ന് കുഞ്ഞാലിക്കുട്ടി വന്ന് പുറത്തുപള്ളി കൊണ്ടെല്ലാം നടക്കുന്നില്ലേ, പ്രസാദത്തിന് പായസം അമ്പലത്തിൽ മറ്റേ പായസത്തിന് പഞ്ചായത്തില്ലേ, നിങ്ങൾക്ക് പായസം കിട്ടിയില്ലേ, എന്നെ ഞാൻ കുടിക്കണം എന്നൊക്കെ വെച്ച് എല്ലാ അമ്പല പരിപാടികളിലും മുന്നിൽ കൂടിയൊക്കെ ഒന്ന് വന്നാൽ എന്തൊരു മതേതരൻ, എന്തൊരു സൗമ്യം അല്ലേ. ഹൈന്ദവ സംഘടനകളൊക്കെ കണ്ടു പഠിക്കണം. ഇതാണ് മതേതരത്വം, ഇതാണ് മതേതരത്വം. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ വാതിലിന് തീ പിടിക്കണേ എന്നൊക്കെ പാണക്കാട് തങ്ങളെത്തി കാശ് പോലെ ചോദിച്ചു. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ വാതിൽ കത്തിച്ചു. ആ കത്തിച്ച് 2007 മറ്റേ ആഗസ്റ്റ് മാസം 31-ാം തീയതി പുലർച്ചെ കാണുന്നത് തളിക്ഷേത്രത്തിന്റെ വാതിൽ കത്തിച്ചതാണ്. അറിയാമല്ലോ, കേളപ്പജിയെ പോലുള്ളവരൊക്കെ ധീരോദാത്തമായ സമരം നടത്തി ഹൈന്ദവ സമൂഹത്തിന്റെ മുന്നേറ്റത്താൽ നമ്മൾ പടുത്തുയർത്തിയ അങ്ങാടിപ്പുറം തളിക്ഷേത്രം അതിന്റെ വാതിലിന് തീ പിടിച്ചു നടന്നപ്പോഴേക്ക് നേരെ വിളിച്ചപ്പോൾ ആദ്യം കാണുന്നത് പാണക്കാട് തങ്ങളെയാണ്. അങ്ങാടിപ്പുറം തളിക്ഷേത്രത്തിന്റെ മുമ്പിൽ എന്തോ കാശുകളാണ്. ഞാൻ കെട്ടിത്തരാം, വാതിൽ ഞാൻ കെട്ടിത്തരാം. ഇത്രയും വലിയ മതേതരന്മാരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ ആ സൗമ്യ ഭാവത്തിലൊക്കെ അങ്ങനെ ആകൃഷ്ടരായി മയങ്ങി കിടത്തിയിരുന്നു. പക്ഷേ ഇപ്പൊ പതുക്കെ ദമഷ്ട്രകളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. കൂർത്ത നഖങ്ങളൊക്കെ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ളത് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ശരിയായ രൂപം നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ രാഷ്ട്രീയത്തെ ആടിക്കളിപ്പിക്കാനും ചാടിക്കളിപ്പിക്കാനും പറ്റാവുന്ന അവസ്ഥയിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം മാറുന്നു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്താണ്? അവരുടെ ഗുഡ്ബുക്കിൽ കയറാത്ത ആർക്കും ഇനി അധികാരത്തിന്റെ ഏഴയലത്തേക്ക് എത്താൻ പറ്റുന്നു. അപ്പൊ ഇനി എന്തിനായിരിക്കും മത്സരം? അവരെ പ്രീതിപ്പെടുത്താൻ, അവരുടെ അല്ലെങ്കിൽ അവരുടെ അംഗീകാരം പിടിച്ചു വെക്കാൻ. ഇനി അതിനുള്ള മത്സരമായിരിക്കും. പാണക്കാട് മറ്റേ പടിപ്പുരയിലേക്ക് തീർത്ഥയാത്രയായിരിക്കും. ഇവിടുത്തെ ഓരോ സ്ഥാനമോഹികളും രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്നവർ ഇനി എന്ത് വേണം? പാണക്കാട് പടിപ്പുരയിൽ പോയി സാഷ്ടാംഗം പ്രണമിച്ച് തിരിച്ചു പോരാതെ ഒരു രാഷ്ട്രീയ മോഹവും ഇനി കേരളത്തിൽ നടക്കില്ല എന്ന തലങ്ങളിലേക്ക് പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഭീകര രൂപം നമ്മൾ മനസ്സിലാക്കുന്നു. ഇന്നലെ കാണിച്ചിരുന്നത് ഭീകരത സംഘടനകൾ എന്ന പേരിൽ ചിലർ മാറി നിൽക്കുന്നു. അത് ISS ആകാം, മുമ്പുണ്ടായ ISS ആകാം, NDF ആകാം, PDP ആകാം, SDPI ആകാം, പോപ്പുലർ ഫ്രണ്ട് ആകാം, അങ്ങനെ ഒരു വേഷം. അല്ലെങ്കിൽ അതിന് കുറച്ചുകൂടെ കടുത്ത അൽപ്പയിലെ ആകാം, മറ്റേതാകാം, മറത്തതാകാം അല്ലേ. അന്ന് സൗമ്യഭാവത്തിൽ ലീഗ് അപ്പുറത്തില്ലേ, ഞങ്ങളതൊന്നല്ല, ഞങ്ങളാണ് മതേതരത്വം, ഞങ്ങളാണ് സൗമ്യം. ഇപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? എല്ലാം ഒന്ന് തന്നെയാണ്. ഇപ്പൊ ആ ഭേദമൊക്കെ പോയി. ഇപ്പോ SDPI എന്നോ പോപ്പുലർ ഫ്രണ്ട് എന്നോ വെൽഫെയർ എന്നോ അല്ലെങ്കിൽ ഇത്തരം എല്ലാ ഭേദഭാവം പോയി ഞങ്ങളൊന്നാണ്. കാരണം ഇപ്പൊ അവർക്ക് അതിനുള്ള ധൈര്യമായി. ഈ അധ്യായം വേണ്ട, ഞങ്ങളൊന്നാണ്. ഇനി അടുത്ത ഘട്ടം എന്താണ്? ഇനിയാണ് വിശ്വരൂപ ദർശനം. ആ വിശ്വരൂപ ദർശനം നമ്മൾ 1921 കണ്ടിട്ടുണ്ട്. ആ വിശ്വരൂപ ദർശനം സുൽത്താന്മാരുടെയും മുഗളന്മാരുടെയും ഭരണകാലഘട്ടങ്ങളിൽ ഉത്തരേന്ത്യ കാര്യമായി അനുഭവിച്ചിട്ടുണ്ട്. ഡക്കാനിലെ പല പ്രദേശങ്ങളും ഇതുപോലെ പലരുടെയും വിശ്വരൂപ ദർശനം പലപ്പോഴും കണ്ടിട്ടുണ്ട്. നമ്മുടെ മഹത്തായ സർവകലാശാലയെയും ക്ഷേത്രങ്ങളെയും സംസ്കൃതിയെയും ഒക്കെ തച്ചു തകർത്തത് ആ വിശ്വരൂപമായിരുന്നു. ആ വിശ്വരൂപമാണ് 1921 എവിടെയോ കിടക്കുന്ന തുർക്കിക്ക് വേണ്ടി ഇവിടെ ജീവൻ നഷ്ടപ്പെടേണ്ട ഹൈന്ദവ സമൂഹം ഉണ്ടായിരുന്നു. എവിടെയോ തുർക്കി കിടക്കുന്ന ഒരു കൃത്യമില്ല, കൊന്നൊന്നുമില്ല. തുർക്കി എവിടെയാണ് മരിച്ചൊന്നും അറിയില്ല. തുർക്കി എവിടെയാണ്, പക്ഷേ എവിടെയാണെന്ന് അറിയാത്ത തുർക്കിക്ക് വേണ്ടി കൊല്ലാനും ആളുണ്ടായി, അതിനുവേണ്ടി മരിക്കാനും ആളുണ്ടായി എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ വിശ്വരൂപമാണ് നമ്മൾ 1921 കണ്ടത്. ഒരു ചെറിയ കിംവദന്തി മാത്രം മതി. തിരൂർക്കാട് പള്ളി ആക്രമിച്ചു എന്ന ഒറ്റ വ്യാജ വാർത്തയുടെ പുറത്താണ് ആയിരക്കണക്കിന് ആളുകൾ. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ല. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളൊന്നുമില്ലാത്ത കാലത്ത് ആയിരക്കണക്കിന് ആളുകൾ ഇന്നത്തെ പോലെ മൊബൈൽ ഫോണിലൂടെ വാർത്ത സെക്കൻഡ് വെച്ചുകൊണ്ട് പ്രചരിപ്പിക്കാനുള്ള സംവിധാനമില്ല. വായ കേട്ട് പോകണം. അങ്ങനെ തിരൂർക്കാട് പള്ളി കത്തിച്ചു എന്നൊരു വ്യാജ വാർത്തയുടെ തലത്തിലാണ് മാപ്പിളലഹാറിന്റെ ശക്തി ആർജിച്ചത്. അത് ഏറ്റവും രൂക്ഷമായ ഒരു അക്രമത്തിലേക്ക് കടന്നത് ഈ ഒറ്റ കിംവദന്തിയായിരുന്നു. തിരൂർക്കാട് പള്ളി ആരും ആക്രമിച്ചിട്ടില്ല. തിരൂർക്കാട് പള്ളി ആക്രമിച്ചു എന്നുള്ള ഒറ്റ വാർത്തയിലാണ് ഈ ഇത്രയും ബഹളമൊക്കെ ഉണ്ടായത്. ഒരു വ്യാജ വാർത്തയ്ക്ക് പോലും ഇത്രയും അവരുടെ വിശ്വരൂപ ദർശനം ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതിൽ ആ ശക്തി പ്രകടിപ്പിക്കാൻ കഴിയുമെന്നത് 1921 നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. മതം നോക്കി തന്നെയാണ് നമ്മളത് അറിഞ്ഞത്.
അത് തന്നെയാണ് മാറാടും കണ്ടത്. നമ്മൾ മതം നോക്കി തന്നെയാണ്. പഹൽഗാമിലെ മതം നോക്കിയാണെങ്കിൽ ഇവിടെ ഇതൊക്കെ മുമ്പ് നടന്നിട്ടുണ്ട്. ചോദിച്ചിട്ടില്ലാന്ന് ചോദിക്കേണ്ട, അറിയാലോ. കാരണം ഒരു ഗ്രാമത്തിൽ നടക്കുമ്പോൾ പഹൽഗാമിൽ വിനോദസഞ്ചാരികളാണ്. അതുകൊണ്ട് അവർ ഹിന്ദുവാണോ എന്നറിയാം, മുസ്ലിമാണോ എന്നറിയാൻ കലിമ അറിയാമോ എന്ന് ചോദിക്കണം. അങ്ങനെ ഹിന്ദുവാണോ മുസ്ലിമാണോ എന്ന് ചോദിക്കണം. 1946-47 കാലഘട്ടങ്ങളിലെ വർഗീയ ലഹളകളിൽ കലിമ ചോദിക്കാൻ പോലും നിന്നിരുന്നില്ല. കാരണം അതിന് സമയമില്ല. ശരീരത്തിലെ ചില ലക്ഷണങ്ങൾ നോക്കിയിരുന്നു ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നൊക്കെ നോക്കണം. ആദ്യം കാതൂത്തിയിട്ടുണ്ടോ, അല്ലേ, ശരീരത്തിന് വേറെ ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഇങ്ങനെയുള്ള പരിശോധനയിലൂടെയായിരുന്നു ഹിന്ദുവാണെന്ന് പറ്റുന്നവരെന്നല്ല പറഞ്ഞത്. ഹിന്ദുവാണോ മുസ്ലിമാണോ എന്നറിയുന്ന ഇങ്ങനെ ശരീരത്തിന്റെ ചില ലക്ഷണങ്ങൾ നോക്കി കണ്ടെത്തിയിരുന്ന് കലിമ അറിയാമോ എന്ന് ചോദിക്കുന്ന പഹൽഗാമും അറിയാവുന്നവനെ മതം മാത്രം നോക്കിക്കൊല്ലുന്നത്. മാറാട് കടപ്പുറത്ത് കാറ്റുകൊണ്ടിരുന്ന അതെല്ലാം ഒരു സമൂഹമാണ് എന്ന തിരിച്ചറിവിലാണ് നിമിഷമാത്രം നേരം കൊണ്ട് വന്ന് വെട്ടിയെരിഞ്ഞിട്ട് കടന്നുപോയത്. മതമാണ് 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 പ്രശ്നം, വേറെ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന പ്രശ്നം മതം തന്നെയാണ്. നമുക്ക് ഒരുപക്ഷെ പൈപ്പിൽ വെള്ളമില്ലാത്തതായെന്ന് പറയാം, അല്ലെങ്കിൽ ഇങ്ങനെ വിഷയങ്ങളൊക്കെ പറയാം. പക്ഷെ ഇതൊന്നുമല്ല അവിടെ വിഷയം ഉണ്ടായത്. കാരണം പൈപ്പിൽ വെള്ളം വരാത്ത ഹിന്ദുവിനും മുസ്ലിമിന്റെ ഒരേ വിഷയം തന്നെയാണ്. അവിടെ ഗാനങ്ങളൊക്കെ പ്രശ്നമാണ്. ഇതൊക്കെ പല സ്ഥലത്തും ഉണ്ടാകുന്നത്. പക്ഷെ അത് ഇത്രയും രൂക്ഷമായ ഒരു കടമയായിട്ട് ഒരു വംശഹത്യയിലേക്ക് എത്തിച്ചതിന്റെ പിന്നിൽ മതമാണ് 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 പ്രശ്നം എന്ന്. അപ്പോൾ ഇതൊക്കെ അനുഭവിച്ച് ഉള്ളിൽ വെച്ചിരിക്കുന്ന ഹിന്ദു രണ്ട് തരത്തിൽ പ്രതികരിക്കാം. ഒന്നുകിൽ ഇതൊന്നും ഞങ്ങൾ അറിയില്ല, ഞങ്ങൾ ആ ടൈപ്പേ അല്ല, അത് എന്നെ ഒന്നും ചെയ്യല്ലേ, ഞാൻ ആ ടൈപ്പേ അല്ല, ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ സാഷ്ടാംഗം നമസ്കരിച്ച് ഇതിനൊക്കെ കീഴടങ്ങി നമുക്ക് ജീവിച്ചു പോകാം. വേണമെങ്കിൽ പോയി നല്ല 4 വാക്ക് അവിടെ പോയിട്ട് പറയുകയും ചെയ്യാം. അങ്ങനെ ഒന്നാകാം. അതല്ലെങ്കിൽ എതിർത്ത് നിന്ന് വിജയം വരിക്കും. ഇതിലേതാണ് ശാശ്വതമായിരിക്കുന്നത്? അവരോട് അപ്പാസ്വാമി പറഞ്ഞ് അവരെ പാട്ടുപാടി അല്ലേ പുകഴ്ത്തി അവിടെ കൂടുന്നതാണ്. കാരണം അതല്ലാതെ മറ്റൊരു വഴിയില്ല. അങ്ങനെ പുകഴ്ത്തിയവർക്കും ഒരു വഴിയും ഉണ്ടായിട്ടില്ല. 1947 ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം നടന്നപ്പോൾ ഇവരെയൊക്കെ പുകഴ്ത്തി തലോടി അങ്ങോട്ട് പോയവരൊക്കെ രാഷ്ട്രീയമാണ് ഇങ്ങോട്ട് ഓടിപ്പോയി. രാഷ്ട്രീയമാണ് അപ്പുറത്ത് പെട്ടവരൊക്കെ ഇങ്ങോട്ട് ഓടിപ്പോരേണ്ടി വന്നത്. അപ്പോൾ പുകഴ്ത്തിയത് കൊണ്ട് ശാശ്വതമായ പരിഹാരമാവില്ല. മറിച്ച് നിൽക്കുന്നിടത്ത് ഉറച്ചു നിന്ന് നമ്മുടെ അസ്തിത്വം എന്താണോ അത് അംഗീകരിച്ച് അതനുസരിച്ച് ആരെയും കീഴ്പ്പെടുത്തണ്ട. പക്ഷെ നമുക്ക് പരാജയപ്പെടാനോ കീഴ്പ്പെടാനോ സാധ്യമല്ല എന്ന മനോഭാവത്തിലേക്ക് സമാജത്തെ എത്തിക്കാൻ നമ്മൾ കൂടെ നിൽക്കണം. ഹിന്ദു ഐക്യവേദിയിലെ സ്ഥാനീയ സമിതികള്, ഹിന്ദു ഐക്യവേദിയിലെ പഞ്ചായത്ത് സമിതികള്, അവിടുത്തെ ഓരോ ഹിന്ദുവിനും കയ്യെത്താവുന്ന ദൂരത്തുണ്ടാകണം. അവിടെ ഓരോ വിഷയവും നടക്കുമ്പോൾ നമ്മൾ അറിയണം. പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കണം. കുറച്ച് കഴിഞ്ഞ് പ്രതികരിച്ചിട്ട് കാര്യമുണ്ടോ? കള്ളക്കടന്നതിന്റെ 7ാം ദിവസം നെല്ലിന് കൂട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ ആലോചിച്ചു എവിടെയാണ് ഹിന്ദു ഐക്യവേദിയുടെ പ്രസക്തി? ഇന്നലെ ആ കുട്ടികളെ അവിടെ അല്ലേ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് കുട്ടികളെ തടഞ്ഞു. ഹിന്ദു ഐക്യവേദി എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ഒരു സ്ഥാനീയ സമിതി ഉണ്ടെങ്കിൽ, അവിടെ ഒരു പഞ്ചായത്ത് സമിതി ഉണ്ടെങ്കിൽ എന്താണ് നടക്കേണ്ടത്? ഒരു കൊടിയെടുത്ത് അപ്പം ചെല്ലേണ്ടി ഒരു 4 ആൾ മതി. കാരണം അപ്പോഴേക്കപ്പോഴാണല്ലോ അല്ലേ, ഒരു 4 ആൾ കൊടിയെടുത്ത് അവിടെ ചെല്ലണം. ആ അന്തരീക്ഷം അല്ലെങ്കിൽ ആ ശുദ്ധീകരണം അതിന് കിട്ടുന്ന വില ഇത് നമ്മളൊരു 4000 ആളെ കിട്ടിയിട്ട് 4 ദിവസം കഴിഞ്ഞിട്ട് പകർത്താൻ നോക്കിയിട്ട് കാര്യമുണ്ട്. ഒരു 4 ദിവസം കഴിഞ്ഞ് നമ്മൾ ആലോചിച്ച് ഉറപ്പിച്ച് ഒരു 4000 ആളെ കിട്ടിയിട്ട് വലിയ പ്രകടനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ 4 ആൾ ഓൺ ദ സ്പോട്ടിൽ പ്രതികരിച്ച ഫലം ചിലപ്പോഴും കിട്ടിക്കോളണം എന്നില്ല. അപ്പോൾ ഒരു രോഗത്തിനൊക്കെ ചികിത്സ അപ്പോഴേക്കപ്പോൾ പ്രകടനമല്ല, നമ്മൾ നോക്കിയിട്ട് ചികിത്സിക്കേണ്ട കാര്യമുള്ളത്. എന്തിനാണ് സ്ഥാനീയ സമിതികൾ, എന്തിനാണ് പഞ്ചായത്ത് സമിതികൾ? ഇവരൊക്കെ തെരഞ്ഞെടുക്കുന്ന സ്ഥാനമാണെങ്കിൽ ഒന്നുമല്ല. ഈ സ്ഥാനീയ സമിതി പഞ്ചായത്ത് സമിതി അതാത് സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന ഹിന്ദു വിഷയങ്ങൾ അഡ്രസ് ചെയ്യുക, അതാത് സ്ഥലങ്ങളിലെ ഹിന്ദു കൂട്ടായ്മകൾ ഉണ്ടാക്കിയെടുക്കുക, ജാതിക്കും രാഷ്ട്രീയത്തിനും ഒക്കെ അപ്പുറമായുള്ള ഹിന്ദു കൂട്ടായ്മകൾ രൂപപ്പെടുത്തിയെടുക്കുക. ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിക്കുക, പ്രതിഷേധിക്കേണ്ടിടത്ത് പ്രതിഷേധിക്കുക, ചിലപ്പോൾ പ്രതിരോധിക്കേണ്ടിടത്ത് പ്രതിരോധിക്കുകയും വരും. ഈ 3 തരത്തിലും ഓരോ വിഷയത്തെയും നമ്മൾ അഡ്രസ് ചെയ്യും. അതിന് സമാജത്തെ പ്രാപ്തമാക്കണം. എറണാകുളം ജില്ലയുടെ മുക്കും മൂലയും അങ്ങനെ സംവേദനശീലമുള്ളൊരു സമാജമായിട്ട്, സംവേദനശീലമുള്ളൊരു ഹൈന്ദവ സമാജത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. 23 വയസ്സായി, 23 അല്ല, സംഘടനാ സ്വഭാവം വന്നിട്ടേ ഉള്ളൂ. നമ്മളൊരു ദശകം മുമ്പ് അതിന് മുമ്പ് ഈ സംഘടനാ ഇതിൽ പേരുണ്ട്, ഹിന്ദു ഐക്യവേദിയുടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്. അപ്പോൾ 10-33 വയസ്സാണെന്ന് പറയാൻ നമുക്ക്. പക്ഷേ സംഘടനാ സ്വഭാവത്തിൽ 23 വയസ്സായി, ഇനി കുട്ടിയല്ല. അപ്പൊ ഈ സംവേദനശീലമുള്ള ഒരു ഹൈന്ദവ സമൂഹത്തെ രൂപപ്പെടുത്തിയെടുക്കുക. ഇന്ന് ഹൈന്ദവ സമൂഹത്തിന് ആ സംവേദനശീലം എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. അത് നിങ്ങൾ ചെയ്യുന്നേ പറയുമ്പോൾ ഞാൻ ചെയ്യില്ല. ഹൈന്ദവ സമൂഹത്തിന്റെ ഒരു കുഴപ്പമാണ്.
നമ്മളായിട്ട് ഉപദേശിക്കില്ലേ, നിങ്ങളത് ചെയ്തോ, ആ വിഷയത്തിൽ നിങ്ങൾ ഇങ്ങനെയായിരുന്നു പ്രതികരിക്കേണ്ടിയിരുന്നത്, ഇത് ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, പക്ഷെ ഞാൻ എന്ത് ചെയ്തു എന്ന് മാത്രം ചോദിക്കില്ല. അപ്പൊ ചെയ്യേണ്ടത് എന്താണെന്നറിയാം, പക്ഷെ അത് നിങ്ങൾ ചെയ്തു. തെരഞ്ഞെടുപ്പിൽ പോലും നമ്മൾ വേറെ ചർച്ച ചെയ്യും. ഹിന്ദുവിന്റെ ആ ഒരു നിസ്സംഗഭാവത്തെ, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് കൂട്ടിയാൽ നേരെയില്ല എന്നുള്ള നിരാശയാണോ നിസ്സംഗഭാവമാണോ അതറിയാൻ വയ്യ. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ കണ്ടു, പല സ്ഥലങ്ങളും നമ്മൾ ചർച്ച ചെയ്തു. ഒറ്റപ്പാലം നിയോജക മണ്ഡലത്തിലെ ഒരു സ്ഥലത്ത് നിന്ന് 2 ബസ് ആളുകളാത്ര ഒരു ബൂത്തിൽ നിന്ന് പഴിക്കുന്നു. ഒരു കുത്തൽ 1-2 ബൂത്ത് കിട്ടുന്ന ഒരു വാർഡിൽ നിന്ന് വേണമെങ്കിൽ 2 ബസ് അത് മുൻകൂട്ടി നിശ്ചയിച്ചാൽ മാറ്റാൻ പറ്റുമോ? വോട്ട് മെഡിക്കൽ സമയത്ത് അവിടെ നിന്ന് പോയാൽ എന്താ ചെയ്യുക? നമ്മൾ മുൻകൂട്ടി നിശ്ചയിച്ചതാണ്, അതുകൊണ്ട് മാറ്റാൻ പറ്റാത്ത മെഡിക്കൽ സമയത്ത് അപ്പോയിൻമെന്റ് എടുത്തല്ലേ നമ്മൾ. അപ്പൊ കൃത്യമായിട്ട് ചെന്നില്ലേ, ബുദ്ധിമുട്ടായി പോയില്ലേ അവിടെ അല്ലേ? എല്ലാ ആധുനികതയ്ക്കും എതിരെ ആയുധമെടുത്ത് 30 കോടി ദേവഗണങ്ങളെ ഒരുമിപ്പിച്ച് കൂട്ടുന്ന മൃഗസ്വാമിയാണ്. ആധുനികതയ്ക്ക് തടയിടാൻ ദൈവിക ഗണങ്ങളെ പോലും ആയുധമേന്തി ദൈവിക ഗണങ്ങളെ പോലും ഒരുമിച്ച് നിർത്തി പോരാടുന്ന മൃഗസ്വാമിയുടെ മുന്നിലേക്ക് 2 ബസ് ആളുകൾ പോയിരുന്നു. ആ വാർഡിൽ കണ്ടൊരു കാഴ്ച അവിടുത്തെ ഒരു അനുഭവസ്ഥൻ എന്നോട് പറഞ്ഞു. അത് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കിയത്. ഹോസ്പിറ്റലിൽ നിന്ന് ഒരു രോഗിയെ കൊണ്ടുവന്നിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ. മൂക്കിൽ ട്യൂബ്, ഭക്ഷണത്തിനുള്ള ട്യൂബ് കിടക്കുന്നു, മൂത്രത്തിനുള്ള സഞ്ചി വേറൊരാളുടെ, മൂത്രത്തിന്റെ സഞ്ചി പിന്നാലെ വരണം പിടിക്കുന്നു, ഭക്ഷണത്തിന്റെ ട്യൂബ് മൂക്കിൽ തൂക്കി കിടക്കുന്നു. തൂക്കി കൊണ്ടേക്കാണ് വോട്ട് ചെയ്യാൻ വേണ്ടി. ഓരോ വോട്ടിന്റെ വില മനസ്സിലാക്കിയിട്ട് കടല് കിടന്ന് ലക്ഷങ്ങൾ ചെലവഴിച്ചില്ലേ, 10,000 ടിക്കറ്റിന് കൊടുത്ത് കടല് കിടന്ന് വന്ന് മുഴുവൻ ആളുകളും വോട്ട് ചെയ്യുന്നു. ബംഗാളിൽ തെരഞ്ഞെടുപ്പുണ്ടായപ്പോ കേരളത്തിലെ മുഴുവൻ തൊഴിലാളികളും റോഡ് വഴി, റെയിൽ വഴി, മറ്റേ ട്രെയിൻ വഴിയൊക്കെ, മറ്റേ വിമാനം വഴിയിട്ട് ബംഗാളിൽ പോകുന്നു വോട്ട് ചെയ്യാൻ. മലയാളി ഹിന്ദു തന്നെയൊക്കെ വഴിക്ക് പോയി, ഗുരുവായൂർക്ക് പോയി അല്ലേ, തീർത്ഥയാത്ര. ഭഗവാനോട് പ്രാർത്ഥിക്കണേ, ഭഗവാനെ ഒക്കെ നേരെയാക്കണേ, ഭഗവാനോട് പ്രാർത്ഥന. ഭഗവാൻ എന്ത് ചെയ്യാൻ പറ്റുമോ? മറ്റേ വോട്ടിംഗ് മെഷീൻ എടുത്ത് തിരിച്ചിടാൻ പറ്റുമോ? ചെയ്തോട്ടൊക്കെ മാറ്റാൻ പറ്റുമോ? അതിലേതെങ്കിലും വിധത്തിൽ ഭഗവാനോട് പോയി കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടി ഭൂരിപക്ഷം ഹിന്ദുക്കളും പോയിട്ട് ഇവിടെ അനുഭവമാണ്. ബംഗാളിന്റെ ചരിത്രം മാറ്റിയില്ലേ, ബംഗാളിന്റെ ചരിത്രം മാറ്റിയില്ലേ? അപ്പൊ ഒരു വോട്ടിന് അവർ കൊടുത്തിരുന്ന വിലയാണ് ഈ പറഞ്ഞ മൂക്കിലെ ചുക്കും മൂത്രത്തിന്റെ സഞ്ചിയുമായിട്ട് വോട്ട് ചെയ്യാൻ വന്ന ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോഴാണ് അതേ വാർഡിന് 2 ബസ് പഴിക്ക് പോയി എന്നുള്ള നഗ്ന സത്യം കൂടി മനസ്സിലാക്കുന്നത്. അപ്പോ പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് കേവലം ഒരു രംഗത്ത് മാത്രമല്ല, ഇപ്പോൾ ജീവൻ മരണ പോരാട്ടത്തിലാണ് നിൽക്കുന്നത്. കാരണം എല്ലാ സഖ്യകളും അവസാനിപ്പിച്ച്, എല്ലാ അഭിനയവും അവസാനിപ്പിച്ച് പൊളിറ്റിക്കൽ ഇസ്ലാം അതിൻ്റെ ആ ദമസ്ത്രകൾ പുറത്തേക്ക് കാട്ടി അതിൽ ഒരുക്കാൻ ശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഓരോ മേഖലയും പോരാട്ട മുഖം തന്നെയാണ്. അത് ജനാധിപത്യത്തിന്റെ വേദിയാകാം, അത് സാഹിത്യമാകാം, അത് കലയാകാം, അതേതുമായിക്കൊള്ളട്ടെ. ഓരോ മേഖലയും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും സെൻസിറ്റീവായി, അത്രയും അത്രയും പ്രതികരണശീലമുള്ള ഒരു സമാജമായി നമ്മൾ മാറിയേ കിട്ടും. കാരണം എങ്ങോട്ടൊക്കെ കടന്നു കയറാത്ത മേഖലകളിലേക്കൊക്കെ ഇപ്പൊ കടന്നു കയറുന്നു. വളരെ പണ്ട് വിളിച്ചൊരു മുദ്രാവാക്യമുണ്ട്, ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ. ചിരിച്ചു നേടി പാകിസ്ഥാൻ, കോൺഗ്രസിന്റെ നേതാക്കളോടൊക്കെ ചിരിച്ചു നേടി പാകിസ്ഥാൻ, പൊരുതി നേടും ഹിന്ദുസ്ഥാൻ. അതായത് ലീഗിന്റെ മുദ്രാവാക്യമെന്ന്. 10 കത്തി വാങ്ങി കുത്തി വാങ്ങും പാകിസ്ഥാൻ. എന്റെ അതിന്റെ കൂട്ടത്തിലൂടെ എത്തുന്നത് പാകിസ്ഥാൻ എങ്ങനെ വാങ്ങേണ്ടി വന്നു? പക്ഷേ ഹിന്ദുസ്ഥാൻ അത് ചിരിച്ചിട്ട് തന്നെ കൈവശപ്പെടുത്തുന്നു. ഇങ്ങനെ ചിരിച്ചും കളിച്ചും ഏതോ ഒരു പാട്ട് കൂടി നമ്മുടെ ഓണസങ്കല്പത്തേക്ക് തലകെട്ടുന്ന നിർത്തിയത് നമ്മൾ കണ്ടിരുന്നു. ഓണം വന്നാൽ നമുക്ക് മഹാവിഷ്ണുവിനെ ചീത്ത വിളിക്കണ്ടേ? ഓണം വന്നു കഴിഞ്ഞാൽ മഹാവിഷ്ണു ആരാണ്? ചതിയനാണ്, വഞ്ചകനാണ്, ഭൂമാഫിയാണ്, എന്തൊക്കെയുമാണ്. അത് കഴിഞ്ഞ കുറച്ച് ഒരു 10-100 വർഷം കൊണ്ട് ഉണ്ടായൊരു മാറ്റം എന്ന് പറയാം. അതുപോലൊരു മാറ്റത്തിനുള്ള പരിശ്രമമായിരുന്നു. അതിനേക്കാൾ തീക്ഷ്ണമായ ഒരിക്കൽ, അതിനേക്കാൾ ഗതിവേഗം കൂട്ടിക്കൊണ്ട് വിഷുവിലേക്ക് കടന്നുകയായിരുന്നു. വിഷുവിലേക്ക് അവിടെ കോമാളിയായ മഹാബലി അല്ലേ ഒക്കെ മഹാവിഷ്ണുവിനെ ചീത്ത വിളിക്കുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഈ വിഷുവിന് നമ്മൾ കാണുന്നു 7-8 സ്ഥലങ്ങളിൽ ഭഗവാൻ മന്തി വിളങ്ങി കൊടുക്കുന്നു, കയ്യിൽ കോഴിക്കാരി വിളിപ്പിച്ചു കൊടുക്കുന്നു. കഴിഞ്ഞില്ല അതിന്റെ തർക്ക വിതർക്കങ്ങൾ. അതാണ് അദ്ദേഹം ഇത് ചെയ്തത് തെറ്റ് എന്നുള്ളത് മാത്രമല്ല, ഹൈന്ദവ സമൂഹത്തിൽ നിന്ന് തന്നെ. അതുകൊണ്ട് എന്താ ഹിന്ദുക്കൾ മാംസം കഴിക്കുന്നില്ലേ? ഹിന്ദുക്കൾ കോഴിക്കാരി കഴിക്കുന്നില്ലേ? ഹിന്ദുക്കൾ മന്തി കഴിക്കുന്നില്ലേ? പിന്നെന്താ കൃഷ്ണന്റെ മുമ്പിൽ വിളമ്പിയാൽ എന്ന് ചോദിക്കുന്ന ഹിന്ദുവിനെ ഉണ്ടാക്കുന്നിടത്താണ് അവരുടെ വിജയം നടക്കുന്നത്. ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ഭക്ഷണം അങ്ങോട്ട് കഴിക്കുന്ന പോലെ തന്നെ പുറത്തേക്ക് കളയണ സംവിധാനം ഉണ്ടല്ലേ? അല്ലെങ്കിൽ മനുഷ്യന്റെ കഥ കഴിഞ്ഞു പോകില്ലേ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും വെടിക്കും മറക്കൊന്നും ചെയ്യാറുണ്ടോ? മറപ്പാലായിൽ വന്നിട്ട് ചെയ്യോ? അടുക്കളയിൽ ഒന്ന് ചെയ്യോ? ഒക്കെ മനുഷ്യന് പറഞ്ഞിട്ടുള്ള തന്നെയല്ലേ, പറഞ്ഞ് ചെയ്യോ?
ഇന്നതെന്നും ചില സന്ദർഭങ്ങളൊക്കെ ഇല്ലേ? ഹിന്ദുക്കൾ മാംസം കഴിക്കുന്നു എന്ന് വിചാരിച്ചൊരു കൃഷ്ണന്റെ ഗുരുവായൂർ ധരിക്കാറുണ്ടോ? അമ്പലപ്പുഴ പാൽപ്പായസത്തിന് പകരം ധരിക്കാറുണ്ടോ? ഇന്നതെന്നുണ്ട്. രക്തം കുടിക്കുന്ന രുദ്രമഹാകാളിയെ ആരാധിക്കുന്നുണ്ടാവും നമ്മൾ, പക്ഷെ അവിടെ അത് ചെയ്യുന്നുണ്ടാവും. അതല്ല ഗുരുവായൂരത്തെ ആരാധനാ രീതി. ഓരോ ക്ഷേത്രത്തിനും ഓരോ മൂർത്തിക്കും അതിൻ്റെതായ സംവിധാനമുണ്ട്. ഓരോ ഉത്സവങ്ങൾക്കും അതിൻ്റെതായ ചില സങ്കല്പങ്ങളുണ്ട്. അതിനെ അട്ടിമറിച്ചുകൊണ്ട് ഇതെല്ലാം അഹിന്ദുക്കളായിരുന്നു ചെയ്തത് എന്ന് കരുതുകയാണ്. അവരുടെ റംസാനൊന്നും ഈ മന്തി വിളമ്പിയിട്ടില്ല കേട്ടോ. റംസാൻ ആശംസയ്ക്കൊന്നും എവിടെയും ഒരു മന്തി വിളമ്പിയിട്ടില്ല. അത് ഹിന്ദുവിന് മാത്രം വേണ്ടി റിസർവ് ചെയ്തത് ചെറിയ ഉണ്ണിക്കണ്ണനെ ഇടക്കണം. അതാണ് അമ്മമാരുടെ മനസ്സ് ശരിക്കും എങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ചിന്തിക്കും. ഉണ്ണിക്കണ്ണനെ ഇരുത്തിയിരിക്കുന്നത് കണ്ണന്റെ മുമ്പിലാണ് മന്തി. നമ്മളെന്താ കേട്ടുന്നത്? ആനത്തലയോളം വെണ്ണ തരാമടാ എന്നാണ് കേട്ടുന്നത്. ഇവിടെ എന്താ ചെയ്ത്? ആനത്തലയോളം മന്തി തരാമടാ ആനന്ദ ശ്രീകൃഷ്ണ. നമ്മുടെ പാട്ട് നാളെ അങ്ങനെ മാറിയാൽ അത്ഭുതപ്പെടണ്ട. ആനത്തലയോളം മന്തി തരാമടാ. ഓടക്കുഴൽധാരിയായ കൃഷ്ണനെയാണ് കണ്ടെന്ന് അല്ലെ? കോഴിക്കാൽധാരിയായ കൃഷ്ണനെ നമ്മൾ എഴുതി കണ്ടിട്ടില്ല. കൃഷ്ണന്റെ കയ്യിലെ ഓടക്കുഴലാണ്, കോഴിക്കാൽ എഴുതി കൊടുത്ത് നമ്മൾ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മുടെ സങ്കല്പങ്ങളിലേക്കും അവര് കടന്നു കയറുന്നു. ശബരിമലയിലെ ആചാര ലംഘനത്തിന് കാണിച്ച അത് വെറുതെയല്ല. ശബരിമലയിലെ ആചാര ലംഘനത്തിന്റെ പിന്നിൽ കൃത്യമായ ദുരുദ്ദേശങ്ങളുണ്ട്. അതേ ദുരുദ്ദേശം തന്നെയാണ് വിഷുവിനെ ഈ കാണിച്ച സങ്കല്പത്തിന് വരുന്നത്. അപ്പോൾ ഒരേ സമയം ഹൈന്ദവ സമുദായങ്ങളെ വേട്ടയാടുന്നു, ഹൈന്ദവ സംഘടനകളെ ആദ്യം മാറ്റി നിർത്തുന്നു, ഹൈന്ദവ സമുദായങ്ങളെ വേട്ടയാടുന്നു, ഹൈന്ദവ ആചാരങ്ങളിലേക്കും ഹൈന്ദവ ആഘോഷങ്ങളിലേക്കും ഒക്കെ കടന്നു കയറി ആരെങ്കിലും പ്രതികരിക്കുന്നവരെ മുഴുവൻ നിശബ്ദരാക്കിക്കൊണ്ട് അവരുടെ നിശബ്ദ വിപ്ലവം ഇപ്പോൾ ശബ്ദം ഉണ്ടാക്കുന്ന വിപ്ലവത്തിലേക്ക്, ശബ്ദ കോലാഹലം ഉണ്ടാക്കുന്ന വിപ്ലവത്തിലേക്ക് കടന്നു കയറുന്നു. ഇതിൽ അസ്വസ്ഥത ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ഇതിന്റെ അസ്വസ്ഥത ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ഇന്ത്യ വിഭജിക്കാൻ വേണ്ടി മാത്രമുണ്ടായ മുസ്ലിം ലീഗ് എന്ന പ്രസ്ഥാനം കേരളത്തിന്റെ ഭാവി നിർണയിക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നുവെങ്കിൽ, കേരളത്തിലെ ഓരോ നേതാക്കളെയും തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ അത് നാളെ ഉണ്ടാക്കാൻ പോകുന്ന അപകടം ചെറുതല്ല. ഇതിനു മുൻപുള്ള മന്ത്രിസഭയുടെ കാലത്ത് തന്നെ നമ്മൾ അല്പസ്വല്പം അനുഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഇടതുപക്ഷത്തിന്റെ കാലഘട്ടത്തിൽ അധികാരമില്ലാതെയും അവർക്ക് സ്വാധീനം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വിദ്യാലയത്തിന്റെ ടൈം ടേബിൾ എങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചതിൽ, വിദ്യാലയത്തിന്റെ യൂണിഫോം എങ്ങനെ വേണം എന്ന് നിശ്ചയിച്ചതിൽ, വിദ്യാലയത്തിലെ എക്സസൈസ്, സൂമ്പ അടക്കമുള്ള എക്സസൈസുകൾ എന്ത് വേണം. യോഗ ഒഴിവാക്കാനാണ് സൂമ്പ കൊണ്ടുവന്നോ? യോഗ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഇടതുപക്ഷത്തിന് ഒരു കുതന്ത്രമായിരുന്നു. യോഗ ഒഴിവാക്കാനാണ് സൂമ്പ കൊണ്ടുവന്നത്. അപ്പൊ നോക്കുമ്പോൾ സൂമ്പ ഇവർക്ക് സൂമ്പയും വേണ്ട കൊണ്ടു. ഇപ്പൊ എന്താ സൂമ്പയുടെ അവസ്ഥ? ഏതൊരു സ്കൂളിലുണ്ട്. അതൊക്കെ അതിന് വിളിച്ചുപോയി. അന്നത്തെ ഒരു കോലാഹലം മാത്രമായി. കാരണം ഇവർക്ക് കൃത്യമായി ഇടതുപക്ഷത്തെയും തങ്ങളുടെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഇനിയുള്ള 5 വർഷങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ അനുഭവിക്കാൻ പോവുക എന്നുള്ളത് അറിയാൻ പാഴൂര് പഠിപ്പരയ്ക്ക് വാരി വെച്ചിട്ടുണ്ട്. കൃത്യമായ അവരുടെ അജണ്ടക്കനുസരിച്ച് തന്നെയായിരിക്കും എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും ഇനി കരുതിയിരിക്കാൻ നടത്തുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അതിൽ ഏറ്റവും കൂടുതൽ ദുരനുഭവം ഉണ്ടാവുക വിദ്യാഭ്യാസ വകുപ്പിനായിരിക്കും എന്നുള്ളതിന് നമുക്ക് യാതൊരു സംശയം വേണ്ട. അത് പാഠ്യപദ്ധതിയിലാകട്ടെ, അതിന്റെ പഠനാനുഭവങ്ങളിലാകട്ടെ, അതിന്റെ എല്ലാത്തിനും ആ കടന്നുകയറ്റം ഉണ്ടാകും. അപ്പൊ ഇതിലൊക്കെ ഏറെ വിഷമം ഹൈന്ദവ സമൂഹത്തിനുണ്ട്. ആ സമൂഹത്തിന്റെ ഒപ്പം നിൽക്കാൻ, തോളിൽ തട്ടാൻ, അല്ലെ, നമുക്കൊന്നിച്ച് നിൽക്കാം എന്ന് പറഞ്ഞവരെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ ഇതിനൊക്കെ ഹിന്ദു ഐക്യവേദിക്ക് കഴിയുന്നത് പോലെ വേറെ ആർക്കും സാധിക്കില്ല. ഒരു സമുദായ സംഘടനയും ആക്ഷേപിക്കാനോ അപമാനിക്കാനോ നമ്മൾ സമ്മതിക്കില്ല. അവർ നമ്മുടെ ഭാഗമാണ്, ഹിന്ദു ഐക്യവേദിയുടെ ഭാഗമാണ്. അവരെ ചേർത്ത് പിടിക്കാൻ, ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ പറഞ്ഞ് അവരെ ചേർത്ത് പിടിക്കാൻ, അത് NSS ആകട്ടെ, SNDP ആകട്ടെ, 100-300 ആളെ ആകെ ജാത്യാർ സമാജാകട്ടെ, എല്ലാവരും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ സമൂഹത്തിന്റെ അവിഭാജ്യമായ ഭാഗങ്ങളാണ്. അപ്പൊ അവരെ ഒന്നും ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞവരെ ചേർത്ത് പിടിക്കാൻ. പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒരു അജണ്ടയും ഈ കേരളത്തിൽ നടക്കില്ല. കേരളം പാകിസ്ഥാന്റെ ഭാഗമല്ല, ഭാരതാംബയുടെ ഭാഗം തന്നെയാണ്, ഭാരതാംബയുടെ പുത്രി തന്നെയാണ്, അല്ലെ? ഭാരതം എന്നവർ കേട്ടാൽ അഭിമാനപൂരിതമാകണം, അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം. അപ്പൊ ആർക്കാണ് കേരളം എന്ന് കേട്ടാൽ ആക്കേണ്ടത്? ഭാരതത്തെ പറ്റി അഭിമാനമുള്ളവർക്ക് മാത്രം. മന്നൻ ബാലസമാജത്തിന് കേരളനാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് സന്ദർശിക്കാൻ അനുവാദം കിട്ടിയാലും ചവിട്ടി പുറത്താക്കും. വാടകയ്ക്ക് റൂം എടുത്ത്, അല്ലെ, ആരാധ്യനായ മറ്റേ കേരളത്തിന്റെ ഗവർണർ ഭാരത് മാതാ പൂജ നടത്തിയാൽ അവിടെ വന്നിട്ടും താണ്ഡവം കാണിക്കും. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭാരതത്തെ പറ്റി അഭിമാനിക്കാൻ പാടില്ല, അമ്മയെ പൂജിക്കാൻ പാടില്ല, അച്ഛനെ പൂജിക്കാൻ പാടില്ല, മാതൃവന്ദനം പാടില്ല, ഗുരുവന്ദനം പാടില്ല, പിതൃവന്ദനം പാടില്ല. നമ്മെ വരിഞ്ഞു മുറുക്കുകയാണ്. ഇതാണ് സമയം.
ഹിന്ദു ഐക്യവേദിക്ക് പ്രവർത്തിക്കാനുള്ള സമയം, വിജയങ്ങൾ നേടാനുള്ള സമയം, 23ാമത് സംസ്ഥാന സമ്മേളനം കഴിയുമ്പോൾ ഒരു ഹിന്ദു ഉണർവ്, മുൻപുള്ളതിനേക്കാൾ കൂടുതൽ ഒരു ഹിന്ദു ഉണർവ് ഗ്രാമാന്തരങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. അതിന്റെ ചാലക ശക്തികളാണ്, അതിന്റെ പ്രേരണാ സ്രോതസ്സായി പിന്നിൽ നിൽക്കാൻ എറണാകുളത്തെ ഹിന്ദു ഐക്യവേദിയുടെ ഭാരവാഹികൾക്ക് സാധിക്കണം. അതിനാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, ശങ്കര ഭഗവത്പാദരുടെ തിരുവവതാരം നടന്ന മണ്ണാണിത്. ശങ്കര ഭഗവത്പാദരെ പോലെ തന്നെ സാധ്യമായ എല്ലാ മേഖലകളിലും നമ്മളെ ഒരുമിപ്പിക്കാനും നമുക്ക് വിജയങ്ങൾ നേടാനും നമ്മുടെ ശക്തി സ്ഥായിയായി തന്നെ സ്ഥാപിച്ചെടുക്കാനും ഒക്കെ കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഒരു നിമിഷം പോലും നഷ്ടപ്പെട്ടു പോയി എന്ന് നമുക്ക് ഖേദിക്കേണ്ടി വരാതെ നമ്മുടെ പ്രവർത്തന മികവിന്റെ പൂർണ്ണത പുറത്തെടുത്തുകൊണ്ട് സാധ്യമായ എത്രയും ഊർജ്ജം അതിനു വേണ്ടി ചെലവഴിച്ച്, സമയം അതിനു വേണ്ടി ചെലവഴിച്ച് ഒരു ഹൈന്ദവ കേരളത്തെ നമുക്കിവിടെ ഉയർത്തെഴുന്നേറ്റ് കൊണ്ടുവരണം. അവിടെ പരശുരാമനെ പോലെ നമുക്ക് മഴുവെടുക്കാം. പരശുരാമന് കടലാണ് പുറകോട്ട് മാറ്റേണ്ടി വന്നതെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ന്യൂനപക്ഷ പ്രീണനം മുഖമുദ്രയാക്കിയ ആളുകളെയും നമ്മുടെ സംസ്കാരത്തെ തന്നെ നശിപ്പിക്കുന്ന വിധത്തിൽ വളർന്നു നിൽക്കുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിനെയും ഇവരെയൊക്കെ കാലങ്ങൾ പുറകോട്ട് മാറ്റിക്കുന്ന വിധത്തിൽ അലയടിക്കുന്ന കടലിനെ മാറ്റിയതുപോലെ തന്നെ ഇവരെയൊക്കെ കാലങ്ങൾ പുറകോട്ട് മാറ്റിക്കത്തക്ക വിധത്തിൽ ആ പരശുരാമ ശക്തി നമുക്ക് വീണ്ടെടുക്കാം. തീർച്ചയായും ഭാവി നമ്മുടേതാണ്. ഇന്നിന്റെ എല്ലാ കണ്ണീരും മാറിക്കൊണ്ട് ഭാവിയിൽ പുഞ്ചിരിക്കുന്ന ഒരു ഹൈന്ദവ സമൂഹം, വിജയിക്കുന്ന ഒരു ഹൈന്ദവ സമൂഹം, അതിനുവേണ്ടി പ്രവർത്തിക്കാൻ നമുക്കാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. വന്ദേ മാതരം.